ആരെയാണ് സഖാബെ നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? മലപ്പുറത്തെ മുസ്ലിമിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മത്സരിക്കുമ്പോ കണ്ണൂരിലോ 9 പള്ളികൾ പൂട്ടിക്കിടക്കപ്പെടുകയാണ്. 9 പള്ളികൾ നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. എന്താ കാര്യം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് സമിതികൾ, അവിടുത്തെ ഭരണകൂടം സമ്മതിക്കുന്നില്ല. ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗമാണ്. സർക്കാർ നിയമമൊക്കെ വേറെ. കണ്ണൂർ പള്ളി ഉണ്ടാക്കണമെങ്കിൽ ഗോവിന്ദൻ മാഷ് വിചാരിക്കണം. പള്ളിപ്പുറം ബങ്ങാടിയിൽ ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗമാണ്. തീർന്നില്ല. നിങ്ങൾക്ക് നാഷണൽ ഹൈവേയിൽ സഖാബെ റഷ്യത്തെയും ചൈനത്തെയും കാര്യമൊന്നുമില്ല. ഒരു 10-40 ഉറുപ്പിക കൊടുത്താൽ കണ്ണൂർ വരെ എത്തുന്ന കാര്യമാണ്. അവിടെ കണ്ണൂർ പട്ടണം കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ചപ്പുറം പോയാൽ നാഷണൽ ഹൈവേയിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു അങ്ങാടിക്ക് നടുവിൽ അവിടെ 3 സെന്റ് ഭൂമി വഖഫ് ചെയ്തിട്ട്, അതിന്റെ മധ്യത്തിൽ 3 സെന്റ് ഭൂമി വഖഫ് ചെയ്തിട്ട് വർഷങ്ങളായി. പള്ളി ഉണ്ടാക്കാൻ ഒരു രക്ഷയില്ല. അവസാനം ഈ റമദാൻ മാസമായാൽ അവിടുത്തെ ഒരു മുസ്ലിം മഹാഭൂരിപക്ഷം മുസ്ലിം കച്ചവടക്കാരൻ അവിടുത്തെ ഒരു ഗോഡൌൺ തുറന്നിട്ട് അവിടെ നിസ്കരിക്കലാണ്. ഈ റമദാനല്ല, അതിന്റെ മുമ്പത്തെ റമദാൻ മമ്പറത്ത്, ഇതിന്റെ മുമ്പുള്ള റമദാനിൽ, ആ റമദാനിൽ അതിന്റെ 2-3 ദിവസം മുമ്പ് സഖാക്കൾ ചെന്നിട്ട് അബ്ദുറഹ്മാൻ അതുവരെ നാളോട് പറഞ്ഞു, അയാളെ കടയുണ്ട്, ഈ റമദാന് ഗോഡൌൺ തുറന്നാൽ അബ്ദുറഹ്മാൻ ഉണ്ടാവില്ല, കടയുണ്ടാവില്ല. ഈ റമദാൻ അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വലായി നമസ്കരിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്ന് 14 കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ അപ്പുറത്തുള്ള സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിന്റെ പിറകുഭാഗം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ഒന്നാണ്. അവിടെ പള്ളിക്ക് തറക്കല്ലിട്ടു. അഭിമന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം ഒരു തവണ കുറ്റിയടിച്ചു. തറക്കല്ലിട്ടില്ല, കുറ്റിയടിച്ചു. 4 തവണ കുറ്റിയടിക്കേണ്ടി വന്നു. കുറ്റിയടിക്കും, കുറ്റി പൊരിച്ചു കളയും, കല്ലറക്കും, കല്ലടിച്ചു മാറ്റിക്കളയും, നേരം വെളുക്കും, ഒന്നും ഉണ്ടാവില്ല. അവസാനം കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ട്രഷറർ കെവിയും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മെഹമ്മൂദും കൂടെ ജയരാജനുമായി സംസാരിക്കാൻ പോയി. ജയരാജനോട് പറഞ്ഞത് കഷ്ടാണ്, അവിടുത്തെ ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾക്കുണ്ട്, അവർക്കൊന്ന് നിസ്കരിക്കാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്ത് പാർട്ടിക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ്. ജയരാജൻ പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് പാർട്ടിക്കൊന്നും എതിരല്ല, ഞങ്ങൾ പള്ളിക്കൊന്നും എതിരല്ല, വെറുതെ പറയാൻ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പള്ളി ഉണ്ടാക്കും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലോ വയൽ തുടങ്ങും, അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസമോ ലീഗിന്റെ കൊടി വരും. അതുകൊണ്ട് തൽക്കാലം പള്ളി വേണ്ട. വഖഫ് ചെയ്ത 7 സെന്റ് ഭൂമിയിൽ ഇപ്പോഴും തളിപ്പറമ്പിന്റെ സർ സയ്യിദ് കോളേജിന്റെ പിറകു ഭാഗത്ത് പള്ളി വന്നിട്ടില്ല. അറിയോ നിങ്ങൾ? ഇപ്പോഴും വന്നിട്ടില്ല. ഈ അടുത്ത് കൂത്തുപറമ്പിൽ കുറെ സുഹൃത്തുക്കൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നു. യൂത്ത് ലീഗർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു കാണാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാണേണ്ട ഫോണിൽ അല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ കോഴിക്കോട് നിൽക്കുമ്പോൾ യൂത്ത് ലീഗ് ഓഫീസിൽ അവർ വന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഷാജിക്ക് എന്ത് വരണം, ഞങ്ങൾ കാണാൻ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശല്യമുള്ള സ്ഥലമാണ്, പൊതുയോഗമൊന്നും നടത്താൻ സമ്മതിക്കൂല, അടിച്ച് കുഴപ്പാക്കിക്കാളും, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളിത് അറിയിച്ചില്ല എന്ന് പറയരുത്, അങ്ങനെ വരണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ കേരളത്തിൽ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം അങ്ങനെ ഉണ്ടായിട്ടാണെങ്കിൽ പോക്കിരി തരത്തിൽ നമ്മൾ മോശമൊന്നുമല്ലല്ലോ, നടത്തിക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്നു. പരിപാടിയൊക്കെ നടക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ കുറെ കസരട്ട് ആളുകൾ ഇരിക്കണം, ഇതുപോലെ ഇരിക്കണം. ഇതൊക്കെ ഇപ്പൊ ലീഗുകാരാണ് നമ്മൾ, പക്ഷെ അവിടെ ഇരിക്കണ മുഴുവൻ CPM-കാരാണ്. നമ്മുടെ ആൾക്കാർ കുറെ ദൂരെ മാറി ഇങ്ങനെ നിൽക്കണം പ്രസംഗം കേൾക്കാൻ. ഇവരാണ് ചോദിച്ചാൽ അപ്പം മറുപടി പറയും. 48-ൽ എന്തുണ്ടായി, ചിലക്കാ പോടാന്ന് പറയും. മുമ്പിലിരുന്ന് കള്ളുടിച്ചിട്ട് വർത്തമാനം പറയണം ഇങ്ങോട്ട്. അപ്പൊ അതൊക്കെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു നേക്കിലെ പ്രസംഗം വേണം നടത്താൻ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ അധ്യക്ഷൻ ആദ്യം എഴുന്നേറ്റു. ഒരു പ്രായമുള്ള മനുഷ്യനെ അയാളെ താങ്ങി സ്റ്റേജിന്റെ പേര് ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ പറയണം, മുമ്പിലുള്ള ആളോട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ലീഗുകാരല്ലത്. അപ്പോഴാണ് ചോദിച്ചു, ഈ ലീഗുകാരോട് അല്ല മാർക്സിസ്റ്റുകാരാന്ന് പറഞ്ഞു. ഒരു കാര്യം പറയാനുണ്ട്, ആ പള്ളി ഉണ്ടല്ലോ അവിടെ നിങ്ങൾ കണ്ടോ? അദ്ദേഹം പറഞ്ഞതാ, ആ കണ്ടില്ലേ, അവിടെ അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് മരിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കണം. ഞാൻ അടുത്തുള്ള ആളോട് ചോദിച്ചു, എന്താ കാര്യം? അബ്ദു എന്ന് പറഞ്ഞിട്ട് ആളെ എന്നെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്താണ് എന്തോ പ്രശ്നം? അയാൾ പറഞ്ഞു, ആ കണ്ടോ ഒരു സ്കെലട്ടൻ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിക്കകത്ത് 7-7.5 കൊല്ലായി പള്ളിയുടെ പണി തുടങ്ങാൻ ആരംഭിച്ചിട്ട് ഇപ്പോഴും നടത്തിയിട്ടില്ല. അറിയോ സഖാബ്? 24 കിലോമീറ്റർ നടന്നു പോകണം ഒരു പള്ളിയിൽ മറവ് ചെയ്യാൻ. മയ്യത്ത് വണ്ടിയിൽ കൊണ്ടുപോകണം. അവിടെ വഖഫ് ചെയ്ത 5 ഏക്കർ 2.5 ഏക്കർ ഭൂമിയുണ്ട്. ഇപ്പോഴും വിട്ടുകൊടുത്ത് സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും മയ്യത്ത് കൊണ്ടുപോകണം. ബാങ്ക് വിളിക്കാൻ സമ്മതിക്കാത്ത മഹല്ലത്തുകളുണ്ട്. നിസ്സാരക്കാരല്ല, കണ്ണൂർ മുനിസിപ്പൽ ചെയർമാൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നു. ബാങ്ക് വിളിക്കാൻ എന്റെ നാട്ടിൽ സമ്മതിക്കുന്നില്ല. മലപ്പുറത്തോ ബാങ്ക് സഖാക്കൾ വന്ന് വിളിച്ചോളൂ, നമ്മളൊന്നും പൗരർക്ക് വരെ പൈസ കൊടുക്കേണ്ട സമ്മതിച്ചാലും അല്ലേ, അവിടെ ബാങ്ക് വിളിക്കാൻ സമ്മതിക്കണില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈകളിലേക്ക് രാഷ്ട്രീയ അധികാരം എത്തുമ്പോ, ചോദിക്കാൻ ഒരു മറുശബ്ദമില്ലാതെ പോകുമ്പോ, ഐക്യബോധം തകർന്നു പോകുമ്പോ, ഇവരുടെ മനസ്സിനകത്തുള്ള ഗൂഢമായ താല്പര്യങ്ങളെ മനസ്സിലാക്കാൻ സ്നേഹമുള്ളവരെ നമുക്ക് കഴിയണം. അത് കഴിയണം. അതിന് ബംഗാളിനെ നിങ്ങൾ ഉദാഹരണങ്ങളായി എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ റഷ്യയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ലോകത്തെവിടേക്കും തിരിഞ്ഞു നോക്കണ്ട. കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം നിങ്ങൾ ഒരു പഠനം നടത്തും. മുസ്ലിം യൂത്ത് ലീഗ് സഖാക്കളെ നിങ്ങളോട് പറയാൻ ഞങ്ങളൊരു കാസറ്റ് പുറത്തിറക്കാൻ പോകുന്നുണ്ട്. കണ്ണൂർ മാത്രം മതി, നന്ദിഗ്രാമം പിന്നെ പറയാം.
കണ്ണൂരിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ 2-3 ദിവസം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു പരിപാടി, നമ്മളുടെ ഒരു സഹപ്രവർത്തകൻ കഴിഞ്ഞതിന് മുമ്പുള്ള റമദാൻ അവിടെ ഒരു സാംസ്കാരികമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. അദ്ദേഹം സിറാജ് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഒരു സാംസ്കാരികമായ ഒരു അവബോധം ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടായ്മയാണ്, നിങ്ങൾ വരണം. ഞാൻ അങ്ങനെ ചെന്നപ്പോ അവിടെ പഴയങ്ങാടിയിൽ അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഉൾഭാഗത്തായിരുന്നു മീറ്റിംഗ്. അവിടെ ചെന്നു. റമദാനാണ്, പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമോ അവിടെ